ഇന്ന് നമ്മൾ ആരി എംബ്രോയിഡറിയിലെ അഞ്ചാമത്തെ സ്റ്റിച്ചാണ് നോക്കുന്നത്. ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ചുമായി ഒത്തിരി സിമിലാരിറ്റി ഉള്ളതാണ്. ഇതുപോലെ ക്ലോത്തിന് മുകളിൽ 3 ലൈൻ വരയണം. ഈ സ്റ്റിച്ച് ആരംഭിക്കുന്നത് നടുവിലുള്ള ലൈനിൽ നിന്നാണ്. ആദ്യം നടുവിലുള്ള ലൈനിൽ ആരി നീഡിൽ കുത്തി നൂല് വലിച്ചെടുക്കണം. നേരെ മുകളിലത്തെ ലൈനിൽ സ്ട്രെയിറ്റ് ആയി ഈ നൂല് കൊണ്ടുപോകണം. അവിടെയും നീഡിൽ കുത്തി നൂല് വലിച്ചെടുത്ത് മിഡിൽ ലൈനിൽ നടുവിലുള്ള ലൈനിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയിൻ കൊടുക്കണം. അതിനുശേഷം നീഡിൽ കുത്തി നൂലെടുക്കണം. ആ നൂല് വീണ്ടും നടുവിലുള്ള ലൈനിൽ കൊണ്ടുവന്ന് ചെയിൻ ലോക്ക് കൊടുക്കണം. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് മിഡിൽ ലൈനിൽ കുത്തി നൂലെടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് മുകളിലെ ലൈനിൽ കൊണ്ടുപോയി നൂല് സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ആ നൂല് വലിച്ച് മിഡിൽ ലൈനിൽ കൊണ്ടുവന്ന് എന്നിട്ട് ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പ് നൂല് മൂന്നാമത്തെ ലൈനിൽ വലിച്ചെടുത്ത് സ്റ്റിച്ചിടുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ നൂല് മിഡിൽ ലൈനിൽ കൊണ്ടുപോയി ചെയിൻ ലോക്ക് കൊടുക്കുക. സിക്സ്ത് സ്റ്റെപ്പ് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേ സ്റ്റിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് മിഡിൽ ലൈനിൽ കുത്തി നൂലെടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് മുകളിലെ ലൈനിൽ കൊണ്ടുപോയി നൂല് സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ആ നൂല് വലിച്ച് മിഡിൽ ലൈനിൽ കൊണ്ടുവന്ന് എന്നിട്ട് ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പ് നൂല് മൂന്നാമത്തെ ലൈനിൽ വലിച്ചെടുത്ത് സ്റ്റിച്ചിടുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ നൂല് മിഡിൽ ലൈനിൽ കൊണ്ടുപോയി ചെയിൻ ലോക്ക് കൊടുക്കുക. സിക്സ്ത് സ്റ്റെപ്പ് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേ സ്റ്റിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് ഡിസൈനിൽ ചെയ്യുമ്പോൾ ആ പ്ലേസിനെ ഒരു 3 ലൈനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് അപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി ഒരു ആരി എൻഡിനോട്ട് കൊടുക്കാം. Please like my video, share your friends, subscribe. Thanks for watching.